Today, let's do some previously asked questions from the chapter Permutations and Combination. If NPR is equal to 840, NCR is equal to 35, find the value of R. In this question, we are given that NPR is equal to 840 and NCR is equal to 35. We want to find the value of R. നമുക്കറിയാം the relation connecting NPR and NCR is equal to NPR divided by R factorial. Substitute ചെയ്യാം. NCR is 35, NPR is 840 divided by R factorial. Therefore, 35 into R factorial is 840. Cross multiply ചെയ്യുമ്പോൾ 35 into R factorial is 840 എന്ന് വരും. Therefore, R factorial is equal to 840 divided by 35, that is 24. NCR is equal to NPR divided by R factorial എന്ന ഫോർമുല അപ്ലൈ ചെയ്തപ്പോൾ R factorial 24 എന്ന് കിട്ടി. And we know that 24 is 4 factorial. 1 into 2 into 3 into 4 ആണ് 24. Therefore, R is equal to 4. How many words with or without meaning that can be formed using all the letters of the word equation at a time so that the vowels and consonants occur together? ഈ പ്രോബ്ലത്തിൽ ഇക്വേഷൻ എന്നൊരു വേർഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇക്വേഷൻ. We have to find the number of words with or without meaning that can be formed from the letters of this word so that the vowels and consonants occur together and the repetition of the digits is not allowed. ഈ വേർഡിലെ എല്ലാ ലെറ്റേഴ്സും ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. Therefore, repetition is not allowed. കൂടാതെ വവൽസും കൺസണൻസും ഒന്നിച്ച് തന്നെ വരണം. ആദ്യം നമുക്ക് വവൽസും കൺസണൻസും ഒന്ന് തിരിക്കാം. വവൽസ് ഇ യു എ ഐ ഒ 5 വവൽസും ഈ വേർഡിലുണ്ട്. കൺസണൻസ് ക്യു ടി എൻ 3 വവൽസ്, അങ്ങനെ 8 ലെറ്റേഴ്സാണ് ആകെയുള്ളത്. അപ്പോൾ ഒന്നിച്ച് വരേണ്ട ലെറ്റേഴ്സിനെ ഒന്നിച്ച് കരുതി ഒന്നെണ്ണം, കൂടാതെ ഒന്നിച്ച് കരുതിയ ലെറ്റേഴ്സിനെ വീണ്ടും അറേഞ്ച് ചെയ്യണം. നമുക്കറിയാം അത്. അപ്പോൾ ഇ യു എ ഐ ഒ എന്ന് പറയുന്ന ലെറ്റേഴ്സിനെ ഒറ്റ ലെറ്ററായിട്ട് കൺസിഡർ ചെയ്തു. ക്യു ടി എൻ ഒറ്റ ലെറ്ററായിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ആ 2 ലെറ്റേഴ്സിനെ ആദ്യം അറേഞ്ച് ചെയ്യണം. കൂടാതെ ഒന്നിച്ച് കരുതിയ വവൽസിനെ അറേഞ്ച് ചെയ്യണം, ഒന്നിച്ച് കരുതിയ കൺസണൻസിനെയും അറേഞ്ച് ചെയ്യണം. Therefore, total number of words with vowels and consonants occur together is ഇ യു എ ഐ ഒ ഒന്നിച്ച് കരുതിയപ്പോൾ 1 ലെറ്റർ, ക്യു ടി എന്നിനെ ഒന്നിച്ച് കരുതിയപ്പോൾ 2 ലെറ്റർ. ഈ 2 ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ 2 ഫാക്ടോറിയൽ വേസ്, കാരണം റെപ്പറ്റീഷൻ ഒന്നും അലൗഡ് അല്ല. ഇൻ 2 ഒന്നിച്ച് കരുതിയ വവൽസ് 5 എണ്ണമുണ്ട്. ആ 5 എണ്ണത്തിനെ അറേഞ്ച് ചെയ്യാൻ 5 ഫാക്ടോറിയൽ. ഓർഡിനറി പെർമ്യൂട്ടേഷനാണ്, റെപ്പറ്റീഷൻ അലൗഡ് അല്ല, സംതിങ് എലൈക്ക് അല്ല. ക്യു ടി എൻ അവയെ വീണ്ടും അറേഞ്ച് ചെയ്യുമ്പോൾ 3 ഫാക്ടോറിയൽ. നൗ 2 ഫാക്ടോറിയൽ is 2, 5 factorial is 120, 3 factorial is equal to 6. Therefore, the answer is 1440. ഒരു പ്രാവശ്യം കൂടെ പറയാം. വവൽസിനെ ഒന്നിച്ച് കരുതി, കൺസണൻസിനെ ഒന്നിച്ച് കരുതി, അപ്പോൾ 2 ലെറ്റേഴ്സ് വന്നു. അതിനെ അറേഞ്ച് ചെയ്തു 2 ഫാക്ടോറിയൽ. The 5 vowels can be arranged among themselves in 5 factorial ways and the 3 consonants can be arranged among themselves is 3 factorial. Okay. It is required to seat 5 men and 4 women in a row so that the women occupy the even places. How many such arrangements are possible?
In this problem, we have to give seats for 5 men and 4 women in a row so that the women occupy the even places. 5 പുരുഷന്മാരെയും 4 സ്ത്രീകളെയും നമുക്കൊരു റോയിൽ അറേഞ്ച് ചെയ്യണം. പക്ഷേ സ്ത്രീകൾ ഈവൻ നമ്പേർഡ് പ്ലേസസിൽ മാത്രമാണ് സീറ്റ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഈവൻ നമ്പേർഡ് പ്ലേസസ് മാത്രമേ സീറ്റ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പുരുഷന്മാരെ അറേഞ്ച് ചെയ്യാം. Number of ways in which 5 men can be seated is 5p5 or 5 factorial ways, that is 120. ഇനിയും നമുക്ക് പുരുഷന്മാർക്ക് കൊടുത്ത സീറ്റ് ഒന്ന് കാണാം. എം മെൻ എന്നുള്ളതിൻ്റെ എം 5 പ്ലേസ്. ആകെ 9 സീറ്റാണുള്ളത്. കാരണം 5 മെന്നും 4 വിമനുമാണുള്ളത്. അപ്പോൾ ആദ്യം കൊടുക്കുന്ന സീറ്റ് ഫസ്റ്റ് പ്ലേസ് എന്തായാലും ഒരു പുരുഷന് കൊടുത്തേ പറ്റുള്ളൂ. കാരണം അത് സ്ത്രീകൾ ഈവൻ പ്ലേസസിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ സെക്കൻഡ് പ്ലേസ് വി ക്യാൻ ഗീവ് ഇറ്റ് ഫോർ എ ലേഡി. തേർഡ് പ്ലേസ് മെന്നിനാണ്. ഫോർത്ത് പ്ലേസ് ലേഡിക്ക് കൊടുക്കാം. ഫിഫ്ത്ത് പ്ലേസ് ഒരു പുരുഷന് കൊടുക്കാം. സിക്സ്ത് പ്ലേസ് ഒരു ലേഡിക്ക് കൊടുക്കാം. സെവൻത് പ്ലേസ് മെന്നിന് കൊടുക്കാം. എയ്ത്ത് പ്ലേസ് ഒരു ലേഡിക്ക് കൊടുക്കാം. നയൻത് പ്ലേസ് ഒരു മെന്നിന് കൊടുക്കാം. അപ്പോൾ സ്ത്രീകൾക്ക് പോസിബിളായിട്ടുള്ള സീറ്റുകളുടെ എണ്ണം 1, 2, 3, 4 സീറ്റുകളാണ്. അപ്പോൾ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് the 4 ladies can be seated is number of ways of seating for women. ആകെ 4 പ്ലേസസ് ആണുള്ളത്. 4 സ്ത്രീകളാണുള്ളത്. therefore 4p4 or 4 factorial 24. therefore number of ways, total number of ways is equal to 120 into 24. നമുക്ക് സ്ത്രീകളെയും അറേഞ്ച് ചെയ്യണം, പുരുഷന്മാരെയും അറേഞ്ച് ചെയ്യണം. ആൻഡ് എന്ന ഓപ്പറേഷൻ വരുന്നത് കൊണ്ട് ഇൻറ്റു ആണ് കൊടുക്കേണ്ടത്. therefore the answer is 2880, 2880. ശ്രദ്ധിക്കുക, ആദ്യം 5 പുരുഷന്മാർക്ക് സീറ്റിംഗ് കൊടുത്തു. 5 ഫാക്ടോറിയൽ വേസ്. ഈവൻ പ്ലേസസ് 1, 2, 3, 4 പ്ലേസസ് ആണുള്ളത്. ആ 4 പ്ലേസസ് ഫോർ വിമന് കൊടുത്തു. therefore 4 ഫാക്ടോറിയൽ 24. the required number of ways is equal to 120 into 24. A set of 5 parallel lines intersect with another set of 3 parallel lines. Find the number of parallelograms so formed. In the fourth question, we are given a set of 5 parallel lines intersecting with another set of 3 parallel lines. ഒരു സെറ്റ് ഓഫ് 5 പാരലൽ ലൈൻസ് ഉണ്ട്. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന വേറൊരു സെറ്റ് ഓഫ് 3 പാരലൽ ലൈൻസ് ഉണ്ട്. നമുക്കറിയാം, ഫസ്റ്റ് സെറ്റിലെ ഏതെങ്കിലും ഒരു പെയർ അല്ലെങ്കിൽ 2 പാരലൽ ലൈൻസ് സെക്കൻഡ് സെറ്റിലെ ഏതെങ്കിലും 2 പാരലൽ ലൈൻസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു പാരലോഗ്രാം ഫോം ചെയ്യുന്നത്. നമ്മൾ ഈ 2 ലൈൻസും ഈ 2 ലൈൻസും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പാരലോഗ്രാം ഫോം ചെയ്യുന്നു. അല്ല, ഈ പെയറും ഫസ്റ്റ് സെറ്റിലെ ഈ പെയറും സെക്കൻഡ് സെറ്റിലെ ഈ പെയറും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പാരലോഗ്രാം ഫോം ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് സെറ്റിലെ ഒരു പെയർ ഓഫ് പാരലൽ ലൈൻസ് സെക്കൻഡ് സെറ്റിലെ മറ്റൊരു പെയർ ഓഫ് പാരലൽ ലൈൻസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പാരലോഗ്രാം കിട്ടുന്നത്. ദാറ്റ് ഈസ്, എ പാരലോഗ്രാം ഈസ് ഫോംഡ് വെൻ എ പെയർ ഓഫ് പാരലൽ ലൈൻസ് ഫ്രം ദ ഫസ്റ്റ് സെറ്റ് intersect with a pair of parallel lines from the second set. That is, in order to form a parallelogram, we have to select 2 lines from the first set and 2 lines from the second set. Therefore, number of parallelograms is 2 lines from the first set. ഫസ്റ്റ് സെറ്റിൽ 5 ലൈൻസ് ആണുള്ളത്. 2 ലൈൻസ് സെലക്ട് ചെയ്യുന്നത് 5C2 ആൻഡ്
2 lines from the second set. സെക്കൻഡ് സെറ്റിൽ 3 ലൈൻസ് ആണ് ഉള്ളത്. 2 ലൈൻസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് വേസ് ഈസ് 3c2. Therefore 2 lines from the first set of parallel lines and 2 lines from the second set of 3 parallel lines. 5c2 into 3c2. Now 5c2 is 5 factorial by 3 factorial into 2 factorial, and 3c2 is 3 factorial by 1 factorial into 2. This is equal to 10 into 3, that is 30. How many words with or without meaning, each of 2 vowels and 4 consonants, that can be formed from the letters of the word daughter? ഈ പ്രോബ്ലത്തിൽ ഡോട്ടർ എന്ന് പറയുന്ന 8 ലെറ്റേഴ്സ് ഉള്ള ഒരു വേർഡാണ് തന്നിരിക്കുന്നത്. ഫ്രം ദിസ് 8 ലെറ്റേഴ്സ് വി ഹാവ് ടു സെലക്ട് 2 വവൽസ് ആൻഡ് 4 കൺസണൻസ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഫോം വേർഡ്സ് യൂസിങ് ദീസ് 2 വവൽസ് ആൻഡ് 4 കൺസണൻസ്. അതായത് ഡോട്ടർ എന്ന് പറയുന്ന വേർഡിൽ നിന്നും 2 വവൽസും 4 കൺസണൻസും നമുക്ക് ആദ്യം സെലക്ട് ചെയ്യണം. സെലക്ഷൻ എന്ന് പറയുമ്പോൾ കോമ്പിനേഷനാണ്. അതിനുശേഷം സെലക്ട് ചെയ്ത 6 ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യുക കൂടെ വേണം. അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ പെർമ്യൂട്ടേഷനാണ്. ആദ്യമായി ഈ വേർഡിലെ ലെറ്റേഴ്സിനെ വവൽസ് ആയിട്ടും കൺസണൻസ് ആയിട്ടും നമുക്ക് തിരിക്കാം. വവൽസ് എ യു ഇ 3 വവൽസ് ആണ് ആകെ ഉള്ളത്. കൺസണൻസ് ഡി ജി എച്ച് ടി ആർ, അങ്ങനെ 5 കൺസണൻസ് ആണ് ഈ ഡോട്ടർ എന്ന് പറയുന്ന വേർഡിലുള്ളത്. ഡോട്ടർ എന്ന് പറയുന്ന വേർഡിൽ 3 വവൽസും 5 കൺസണൻസും ഉണ്ട്. ആദ്യം ഈ 3 വവൽസിൽ നിന്നും നമുക്ക് 2 വവൽസ് സെലക്ട് ചെയ്യാം. നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് two vowels is equal to 3c2. 3 വവൽസിൽ നിന്നും 2 വവൽസ് ചൂസ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അതിനുശേഷം 5 കൺസണൻസിൽ നിന്നും 4 കൺസണൻസ് സെലക്ട് ചെയ്യാം. നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് for consonants is equal to 5c4, that is 5 factorial by 1 factorial into 4 factorial, that is 5. Okay, therefore number of ways of selecting 2 vowels and 4 consonants is equal to 3 into 5. അതായത് 2 വവൽസിനെ സെലക്ട് ചെയ്യാൻ 3 വിധത്തിൽ പറ്റും. 4 കൺസണൻസിനെ സെലക്ട് ചെയ്യാൻ 5 വിധത്തിൽ പറ്റും. അങ്ങനെയാണെങ്കിൽ വവൽസും കൺസണൻസും സെലക്ട് ചെയ്യാൻ 3 into 5 15 വേസ് ഉണ്ട്. Therefore നമുക്ക് 2 വവൽസും 4 കൺസണൻസും 15 വിധത്തിൽ സെലക്ട് ചെയ്യാം. സാധാരണ വേർഡ് ഫോർമേഷൻ്റെ പ്രോബ്ലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ വവൽസും കൺസണൻസും ആദ്യം സെലക്ട് ചെയ്യണം. ഇനി അടുത്തതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന 6 ലെറ്റേഴ്സ്, 2 വവൽസും 4 കൺസണൻസുമായിട്ടുള്ള 6 ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യാം. നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ചിങ് 6 letters is equal to 6 factorial, that is 720. Therefore number of words is equal to 15 into 720, that is equal to 10,800. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ശ്രദ്ധിക്കുക, ഡോട്ടർ എന്ന് പറയുന്ന വേർഡിലെ മുഴുവൻ ലെറ്റേഴ്സും അല്ല ഉപയോഗിക്കേണ്ടത്. ആദ്യം 2 വവൽസും 4 കൺസണൻസും ചൂസ് ചെയ്യണം.
ടോട്ടൽ 3 വവൽസ് ആണുള്ളത്. അതിൽ നിന്ന് 2 വവൽസ് സെലക്ട് ചെയ്യാൻ 3C2 വേസ് അഥവാ 3 വേസ് ഉണ്ട്. ടോട്ടൽ 5 കൺസണൻസ് ആണുള്ളത്. അതിൽ നിന്നും 4 കൺസണൻസ് സെലക്ട് ചെയ്യാൻ 5C4 5 വേസ് ഉണ്ട്. Therefore, the vowels and consonants together can be selected in 3 into 5 15 ways. അതിനുശേഷം ഈ 6 ലെറ്റേഴ്സിനെ നമുക്ക് അറേഞ്ച് ചെയ്യണം. Number of ways of arranging these 6 letters is 6 factorial 720. Therefore, total number of words is 15 into 720. സെലക്ട് ചെയ്തതിന് ശേഷം അറേഞ്ച്മെൻറ്റും കൂടെ നടത്തേണ്ടതായിട്ടുണ്ട്. Therefore, 15 into 720 10,800. The number of subsets with the 2 elements of a set P is 10. Find the number of elements in the set P. Also find the number of elements in the power set of P. P എന്ന് പറയുന്ന സെറ്റിലെ 2 എലമെൻറ്റ്സ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സബ്സെറ്റുകളുടെ എണ്ണം 10 ആണ്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിത്ത് 2 എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ് P ഈസ് 10. ലെറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് P ഈസ് n. Then number of subsets with 2 elements is NC2. n എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിൽ നിന്നും 2 എലമെൻറ്റ്സ് സെലക്ട് ചെയ്ത് സബ്സെറ്റ്സ് ഫോം ചെയ്താൽ അങ്ങനെ ഫോം ചെയ്യാവുന്ന സബ്സെറ്റുകളുടെ എണ്ണം NC2 ആണ്. ഗിവൺ ദാറ്റ് NC2 ഈസ് ഈക്വൽ ടു 10. Now NC2 is n factorial by n minus 2 factorial into 2 factorial, that is equal to 10. Backward counting, n minus 1 divided by 2 is equal to 10. Therefore, n into n minus 1 is equal to 20. n square minus n minus 20 is equal to 0. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോൾ n ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ബിയുടെ സ്ഥാനത്ത് -1 ആണ്. Therefore, b is 1, a is 1, c is -20. Therefore, 1 plus or minus -1 into square plus 1 minus 4 into a into c divided by 2 into a, 2 into 1. That is equal to 1 plus or minus root of 1 plus 80 divided by 2. That is 1 plus or minus root 81 divided by 2. 1 plus or minus 9 by 2 is equal to 10 by 2 or minus 8 by 2. That is 5 or negative 4. Number of elements cannot be negative 4. Therefore, n is equal to 5. That is, the set P has 5. Number of subsets of P is 2 raised to n, that is 2 raised to 5 is equal to 32.